നമ്മുടെ ഊട്ടി യാത്രയിലെ മൂന്നാമത്തെ എപ്പിസോഡാട്ടോ ഇത്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് സെക്കൻഡ് എപ്പിസോഡ് കാണാത്ത കൂട്ടുകാരനെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ പോയി ആ ഫസ്റ്റ് സെക്കൻഡ് ഒന്ന് കാണണം. അപ്പോൾ എങ്കിൽ മാത്രമേ നമ്മൾ ഈ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് പോയെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ എത്ര ദിവസമാണ് നമ്മൾ ഊട്ടിയിൽ യാത്ര ചെയ്യുന്നത്, ഏതൊക്കെ സ്ഥലത്ത് പോയെന്നൊക്കെ തിരിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫസ്റ്റും സെക്കൻഡും വീഡിയോ കാണണം കേട്ടോ. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ അന്ന് ലാസ്റ്റ് എത്തിയ, അതായത് സെക്കൻഡ് എപ്പിസോഡിൽ നമ്മൾ എത്തിയിരിക്കുന്ന തേയിലത്തോട്ടം നടുവിലുള്ള ഒരു വാട്ടർഫാളിൻ്റെ വിശേഷങ്ങളിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആ വാട്ടർഫാളൊക്കെ കണ്ട് തിരിച്ച് നമ്മൾ ആ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാട്ടോ. അടിപൊളി ആംബിയൻസും എക്സ്പീരിയൻസും ആണ്. നമ്മളെ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് രണ്ട് സൈഡിൽ ഇങ്ങനെ നിരയായിട്ട് കിടക്കുന്ന നമ്മളെ തേയിലത്തോട്ടം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നേരെ ഞങ്ങളെ അടുത്തതായിട്ട് കൊണ്ടുപോകുന്ന വെച്ചാൽ എയർവെൽ വ്യൂ ഓഫ് SIM പാർക്ക്. അപ്പോൾ അടിപൊളി പാർക്കാട്ടോ. ഈ പാർക്കിനെന്ന് വെച്ചാൽ ഒരുപാട് വിശാലതയാട്ടോ. ഈ ഒരു പാർക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഏരിയയിലാട്ടോ. നമ്മളെ ഈ ഒരു മാപ്പ് നോക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം എല്ലാം കവർ ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഈ ഒരു പാർക്ക് ഒരു ദിവസം നമുക്ക് വേണം ഫുള്ള് കവർ ചെയ്താണെന്നുണ്ടെങ്കിൽ അത്രയും അധികം സാധനങ്ങൾ നമ്മൾ ഈ ഒരു പാർക്കിലുണ്ട് കേട്ടോ. നമുക്കിവിടെ ബോട്ടിംഗ് സൗകര്യമൊക്കെ ഉണ്ട്, അതുപോലെ പക്ഷികളെ കാണാനുണ്ട്, പിന്നെ ഒരുപാട് പറഞ്ഞാൽ തീരില്ല അത്രയും സൗകര്യങ്ങൾ നമ്മൾ ഈ ഒരു ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ എന്ന് വെച്ചാൽ ഞാൻ നോക്കുമ്പോൾ നമ്മളെ പെഡൽ സ്റ്റീൽ ബോട്ടാട്ടോ. ഇവിടെയുള്ള പെഡൽ സ്റ്റീൽ ബോട്ടിന് വളരെ ചെറിയ തുച്ഛമായ പൈസയല്ലോ കേട്ടോ. വളരെ 30 രൂപ, ഒരാൾക്ക് 30 രൂപയേ ഉള്ളൂ. നമുക്ക് ഈ ഒരു തടാകം മൊത്തത്തിൽ റൗണ്ട് അടിക്കുക, 1-2 റൗണ്ട് അടിക്കുക. പിന്നെ ഈ ഒരു തടാകത്തിലാണെങ്കിൽ മീനുകളുടെ ചാകരയാട്ടോ. നമ്മളിങ്ങനെ ബോട്ടും കൊണ്ട് പോകുന്ന സമയത്ത് നമ്മളെ ബോട്ടിൻ്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഫുഡ് കൊടുക്കുമോ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഈ ഒരു മീനുകൾ അത്രയധികം മീനുകളാട്ടോ ഈ ഒരു തടാകത്തിലുള്ള, അതും നല്ല യമണ്ടൻ സൈസ് സാധനങ്ങൾ. ഞാനിങ്ങനെ വരിക കുറച്ച് വാരിയിട്ട് നമ്മൾ ബോട്ടിലിട്ട് നമ്മൾ നാട്ടിലേക്ക് എടുത്തത് കണ്ടോ. എന്തോരം മീനുകളാണെന്നറിയാം. ഒത്തിരി മീനുകൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി മീനുകളുണ്ടോ. അപ്പോൾ നമ്മൾ ആ ബോട്ടിന് ഇറങ്ങി തിരിച്ച് നമ്മൾ ഈ ഒരു ഗാർഡൻ എന്ന് വെച്ചാൽ വേറൊരു നമ്മൾ ബോട്ടാണിക്കൽ ഗാർഡൻ്റെ, എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബോട്ടാണിക്കൽ ഗാർഡനെക്കാട്ടും ഒരുപാട് കൂടുതലായിട്ട് എനിക്ക് ഇവിടെയാണ് തോന്നി. കാരണം അത്രയും അധികം സാധനങ്ങൾ ഈ ഒരു പാർക്കിലുണ്ട് കേട്ടോ. ഒരുപാട് നമുക്ക് കണ്ടാലും എന്താ പറയുക, കണ്ടാലും കണ്ണിന് കുളിർമ നൽകുന്ന പുതിയ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ ചെടികൾ കൊണ്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ ഒരു SIM പാർക്കിൽ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ള കേട്ടോ. ചിൽഡ്രൻസ് പാർക്ക് എന്നാണ് ഈ ഒരു ഭാഗത്ത് അറിയപ്പെടുന്നത് കേട്ടോ. ജിത്തു ആണെങ്കിൽ ഇവിടെ വന്നപ്പോൾ അവൾക്ക് പുതിയ റീൽസ് എടുക്കണമെന്നും അതുപോലെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് ഇടാനൊക്കെയുള്ള ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട് അവൾ തിടുക്കം തന്നെയാട്ടോ, ധൃതിയാണ്. അങ്ങനെ എടുത്ത് അപേക്ഷിച്ചാട്ടാ ഇങ്ങനെ എടുത്ത് അപേക്ഷിച്ചാട്ടാ നമ്മൾ ഭയങ്കര. അപ്പോഴാണ് ഞങ്ങൾ ഒരു ട്രീയുടെ ഗുഹ കണ്ടേട്ടോ. ട്രീ അതായത് ചെടീനെ കൊണ്ടുണ്ടാക്കിയ അടിപൊളി ഒരു ഗുഹയാട്ടോ. നല്ല അടിപൊളി സെറ്റപ്പാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോകാൻ. അപ്പോൾ ഇവിടുന്ന് ജിത്തേക്ക് വേണ്ടിയിട്ട് 2-3 റീൽസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഓടി വരുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് ഡാൻസ് കളിക്കുന്നതും അങ്ങനെയൊക്കെ എടുത്തിട്ടോ. അപ്പോഴാണ് ഞങ്ങളെ കണ്ണിൽ ഈ ഒരു കാഴ്ച പെട്ടോ. വളരെ വെറൈറ്റി ആയിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു തരം പക്ഷിയായിട്ട്. ഇത് എന്താണ് ഇതിൻ്റെ പേര് കാര്യങ്ങളൊന്നും അറിയില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നേരെ നമ്മളെ റൂമിൽ, വൈകുന്നേരം ഞങ്ങളുടെ റൂമിലേക്ക് ഈ ഒരു ബസ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് കൊണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേങ്കിൽ അവിടെ നിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ടയർഡായി. പിന്നെ ഒന്നാമത്തെ നമ്മളെ ഫോണിൻ്റെ ബാറ്ററി നമ്മൾ ലോ ആയിപ്പോയി. നമ്മൾ പവർ ബാങ്കോ കാര്യങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഫോണിൻ്റെ ബാറ്ററി തീർന്നുകൊണ്ട് നമ്മളെന്താക്കി തിരിച്ച് കുറേ വീഡിയോ എടുത്തില്ല കേട്ടോ. ഇത് നമ്മളെ റൂമിൽ നിന്ന് പിറ്റേ ദിവസം രാവിലെ, അതായത് ഇന്നാണ് നമുക്ക് റൂം വെക്കേറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു ദിവസം പിറ്റേ ദിവസം രാവിലെയുള്ള നമ്മളെ ഊട്ടിയിലെ കാഴ്ച കേട്ടോ. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് പോകുന്ന കാഴ്ചയാണ്. അപ്പോൾ ഇന്നാണ് നമുക്ക് ഇവിടുന്ന് നമ്മളെ റൂം വെക്കേറ്റ് ചെയ്ത് നമ്മൾ തിരിച്ച് വയനാട്ടിലേക്ക് പോകേണ്ട കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മളെ ഹോട്ടൽ എന്ന് പറയുന്നത്. ഹോട്ടൽ കാരിങ് ക്രോസ് എന്നായിരുന്നു. അതുപോലെ സ്റ്റാർ ബിരിയാണി എന്നാണ് പിന്നെ ഈ ഒരു ഹോട്ടലിൽ അറിയപ്പെടുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള എന്താ പറയുന്നത് റൂമും കാര്യങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് യാതൊരുവിധ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. നല്ല അടിപൊളി, നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. റൂമിൻ്റെ കാര്യത്തിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ പോയി തിരിച്ച് ചായയൊക്കെ കുടിച്ച്, പിന്നെ ഈ ഒരു ഹോട്ടലിൽ എന്ന് വെച്ചാൽ നമുക്ക് രാത്രിയത്തെ ഭക്ഷണം മാത്രമായിട്ട് ഉച്ചയ്ക്ക് ശേഷം മുതലാണ് ഈ ഹോട്ടൽ ഓപ്പൺ ആവുള്ളൂ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പുറത്ത് പോയി കഴിക്കണം കേട്ടോ. ഇവിടെ നമുക്ക് കിട്ടില്ല. കാരണം രാവിലെ ഇവർ ഒരു 11 മണി വരെ ഇവിടെ ലോക്കായിരിക്കും കേട്ടോ. അപ്പോൾ 11 മണിക്ക് ശേഷമാണ് ഇത് ഓപ്പൺ ആവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പുറത്ത് പോയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേട്ടാ. അപ്പോൾ നമ്മൾ റൂം വെക്കേറ്റ് ഒക്കെ ചെയ്ത് തിരിച്ച് നമ്മൾ നേരെ തിരിച്ച് ഇനി വയനാട്ടിലേക്കുള്ള യാത്ര കേട്ടോ. വയനാട്ടിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ എവിടെ കവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ വൈൻ ഫോറസ്റ്റും അതുപോലെ തന്നെ പൈക്കര വാട്ടർഫാൾസും കൂടി നമുക്ക് ഇനി ഊട്ടി കാണാനുണ്ട്. അപ്പോൾ തിരിച്ച് വരുന്ന സമയത്താണ് നമ്മൾ വൈൻ ഫോറസ്റ്റിലേക്ക് വരുന്നത് കേട്ടോ. രാവിലെ തന്നെ ആയതുകൊണ്ട് നമ്മൾ അവിടുന്ന് ഏകദേശം 8 മണിയാകുമ്പോൾ തന്നെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തു. 8 മണി ആയി നമ്മൾ വെക്കേറ്റ് ചെയ്തെങ്കിൽ റോഡിൽ ആ ഒരു മഞ്ഞിൻ്റെ ആ ഒരു അഭാവം
ഇങ്ങനെ കിടക്കട്ടെ. നല്ല തണുപ്പ് നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം വൈൻ ഫോറസ്റ്റിൻ്റെ അടുത്തെത്തി. കാരണം രണ്ട് സൈഡിലും നല്ല അടിപൊളി മരങ്ങളിങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ വേറെ തന്നെ ഒരു വൈബാട്ടോ, പ്രത്യേക വൈബാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞ് നമ്മളെ വൈൻ ഫോറസ്റ്റിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഇത് ഒരുപാട് സിനിമയിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമല്ലേ. നമുക്ക് ഈ നമ്മൾ ജഗതി ചേട്ടൻ്റെയും അതുപോലെ തന്നെ കിലുക്കത്തിലൊക്കെ ഉള്ള നമ്മൾ ആ ഒരു സ്ഥലമാട്ടോ ഇത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇവിടെ നമ്മളാണെങ്കിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ നല്ല കട്ട തണുപ്പാട്ടോ. ഇതിൻ്റെ ഇടയിൽ രാവിലെ തന്നെ ആയതുകൊണ്ട് സൂര്യപ്രകാശം ഒന്നും എത്തിയിട്ടില്ല. കാരണം നമ്മൾ ഏകദേശം 8 മണിക്ക് റൂം വെക്കേറ്റ് ഒരു 8:45 തന്നെ നമ്മൾ എന്താക്കി ഈ ഒരു ഇതിൻ്റെ അടുത്തെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ ഇറങ്ങി ഇനി ഇവിടുന്ന് കുറച്ച് സമയം കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് എത്തിയപ്പോൾ ജിത്യ വീണ്ടും അവർക്ക് റീൽസ് എടുക്കണം എന്നുണ്ട്. കാരണം ഈ മരം ചുറ്റി ഓടുന്നതും അതുപോലെ ഈ സൈഡും അതുപോലെ താഴത്ത് വലിയ പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയിട്ട് റീൽസ് എടുക്കണം എന്ന് പറഞ്ഞ് എൻ്റെ കൈയും പിടിച്ച് വലിച്ചു കൂട്ടിക്കൊണ്ടുവന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ എന്തെന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളി സ്ഥലമാട്ടോ. അടിപൊളി സ്ഥലം എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഇറങ്ങി ഇങ്ങനെ താഴത്തോട്ട് പോകണം. താഴത്താണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു പിന്നെ പുഴയുണ്ട് കേട്ടോ. പുഴ എന്ന് വെച്ചാൽ ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന സമയത്ത് മഴയൊന്നും ഇങ്ങനെ മഴയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, വെള്ളമൊക്കെ വറ്റി വരണ്ടെടുക്കുന്നതാണ്. ഇപ്പോൾ ആണെങ്കിൽ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വെള്ളം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എന്താ പറയുക, നമ്മൾ പോകുന്ന സമയത്ത് വലിയ മഴയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ സമയം ഇപ്പോൾ 9 മണിയായി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 9 മണി ആയെങ്കിൽ കൂടി ഇവിടുത്തെ തണുപ്പ് അത് തീരെ ഒട്ടും എന്താ പറയുക വിട്ടുമാറിയില്ല കേട്ടോ. ഒരുപാട് പേര് വന്നിട്ട് ഇങ്ങനെ ഈ പുഴേൻ്റെ അടുത്ത് നിന്നിട്ട് പലതരത്തിലെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരുപാട് പേര്. അപ്പോൾ ഈ ഒരു പുഴയാണോ കെനാലാണോ എന്താണെന്നൊന്നും അറിയില്ല. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ആകുന്ന സമയത്ത് വരെ വെള്ളം ഉണ്ടാവുമെന്ന് അവിടെ നിന്ന് ആരൊക്കെയോ പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പാറപ്പുറത്തും അതുപോലെ തന്നെ ഈ വൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഇരുന്ന് ഫോട്ടോസ് ഇങ്ങനെ തരപരാന്ന് പല ആൾക്കാർ ഇങ്ങനെ കച്ചേന്ന് കീച്ചിക്കൊണ്ടേയിരിക്കും കേട്ടോ. അക്കൂട്ടത്തിൽ ഞങ്ങളും എന്താക്കി കുറേ ഫോട്ടോസ് അവിടെ നിന്ന് എടുത്തോട്ടാ. കാരണം നമുക്ക് എന്താ പറയുക, ഒരു മെമ്മറീസ് ആണല്ലോ ഇതൊക്കെ. അതുകൊണ്ട് നമ്മൾ ഫുള്ള് ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് നിറയെ ഫോട്ടോസ് അങ്ങ് പിടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നതെന്ന് വെച്ചാൽ ഭയങ്കര വാട്ടർഫാളിൽ കേട്ടോ. അപ്പോൾ വാട്ടർഫാളിലേക്ക് നമ്മൾ വണ്ടി റോഡിൽ വെച്ചിരിക്കുന്നത് നടന്നു പോകണം. ആ നടന്നു പോകുന്ന സൈഡിൽ അതിൻ്റെ ഇടയിൽ കാട്ടുപന്നി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വൈൻ ഫോറസ്റ്റ് നമ്മൾ നേരെ എത്തിയ പൈക്കര വാട്ടർഫാൾസിലോട്ടോ. അപ്പോൾ പൈക്കര വാട്ടർഫാൾസിൻ്റെ എൻട്രൻസ് ആണ് ഇത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം നമ്മൾ താഴത്ത് വാട്ടർഫാൾസിലേക്ക് പോകാനായിട്ട്. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. വളരെ ചെറിയ പൈസ ഇവിടെയും ടിക്കറ്റിനുള്ളൂ. 30 രൂപ മാത്രമേ ടിക്കറ്റിനുള്ളൂ കേട്ടോ. ഒരാൾക്ക് 30 രൂപ. അഡൽസിന് മാത്രമാണ്, ചെറിയ കുട്ടികൾക്കൊന്നും പൈസയില്ല. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ താഴത്ത് ഇറങ്ങണം കേട്ടോ. താഴത്തെന്ന് വെച്ചാൽ വലിയ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി അങ്ങ് കാണുന്ന ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് താഴോട്ട് ഇറങ്ങി. അപ്പോൾ താഴോട്ട് എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്ന വെള്ളം ഇല്ല എന്നുള്ള അവസ്ഥ. അങ്ങനെ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഈ ഒരു വിശേഷത്തോടു കൂട്ടി ഊട്ടിയിലോട് നമ്മൾ ഇന്ന് വിട പറയാണ്. നാളെ നമ്മൾ നേരെ എവിടത്തേക്ക് പോകാന്ന് വെച്ചാൽ വയനാട്ടിൽ ഒരു റിസോർട്ട് എടുത്തിട്ടുണ്ട്. ഇനി അവിടുത്തെ വിശേഷങ്ങളായിരിക്കും നാളത്തെ നമ്മളെ വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഊട്ടി വിശേഷം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും നാളെ അതായത് വയനാട്ടിലെ വിശേഷങ്ങളായിട്ട് കാണാം കേട്ടോ.